മാളെ എങ്ങോട്ടാ സീരിയസ് ആയിട്ട് വണ്ടി ഓടിച്ച്? സീരിയസ് ഒന്നുമല്ല, ഹാപ്പി ട്രിപ്പ് അല്ലേ നമ്മൾ പോകുന്നതേ. ഹാങ്ങിങ് ഗാർഡൻ കൽബ. ഓ, കുറെ നാളായി അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഒത്തിരി പേര് ഹാങ്ങിങ് ഗാർഡനിൽ പോയിട്ടുണ്ടാവും, കാരണം വെക്കേഷനും എല്ലാം കഴിഞ്ഞ സമയവും നമ്മുടെ ഈ വീഡിയോ ഇച്ചിരി ലേറ്റ് ആണെന്നറിയാം. എന്നാലും പോവാൻ പറ്റാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ അബീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയൂണും പിന്നെ ഒരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് ഒരു 3-3:30 ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. അജ്മാൻ ടു കൽബ 130 കിലോമീറ്ററാണ്. ഇത് നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് എത്തണം. നേരെ ഷാർജ കൽബ റോഡ് എടുത്ത് 140 കിലോമീറ്ററിൽ പടച്ചോനെ നിങ്ങൾ കാത്തോണി എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കായിരുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടുള്ള കിടിലിനൊരു യാത്ര. മഴയൊക്കെ കഴിഞ്ഞ് കുറേ നാളായെങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടൊക്കെ കാണാം കേട്ടോ. പിന്നെ ഈ വെള്ളക്കെട്ടിക്കിടയൊക്കെ വണ്ടി ഓടിക്കുമ്പോഴേ ഇത്തിരി സ്പീഡ് കുറച്ച് ഓടിക്കുന്നതായിരിക്കും സേഫ്. എന്തായാലും ഈ മഴയ്ക്ക് ശേഷം കുറേ മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ മരുഭൂമിയിലേക്ക് നോക്കിയാലും മലകളിലേക്ക് നോക്കിയാലും ഒരു പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി. ആ മഴയൊക്കെ പെയ്ത ആ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, കേരളത്തിലും പെയ്യാൻ പോയ മഴ അവിടെ മലയാളികളെ കാണാത്തത് കൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് UAE എത്തിയപ്പം നിറച്ചു മലയാളികൾ. അപ്പോൾ ഇവിടെ അങ്ങ് പെയ്തു എന്നായിരുന്നു ആ പോസ്റ്റ്. ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ അടുത്ത കൊല്ലം ഈ പോസ്റ്റ് ഒന്ന് മാറ്റി എഴുതേണ്ടി വരും. കേരളത്തിൽ പെയ്യാൻ പോയ മഴ ഇവിടുത്തെ പച്ചപ്പൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ കേരള എന്ന് വിചാരിച്ച് ഇവിടെ അങ്ങ് പെയ്തു എന്നാവും. അതുപോലാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോരുന്ന വഴിക്കാണ് മലഞ്ചെരുവിൽ കുറേ ആടുകൾ മേഞ്ഞ് നടക്കുന്നത്. കണ്ടപ്പോൾ നമ്മുടെ ആടുജീവിതത്തിലെ പൃഥ്വിരാജിന് ഓർമ്മ വന്നു. മനസ്സിൽ കുറച്ച് സങ്കടം തോന്നിയെങ്കിലും നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ചിരിച്ചോണ്ട് ടാറ്റ എന്ന ആട്ടിടയന് ചിരിച്ചോണ്ടൊരു ടാറ്റ തിരിച്ചു കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ നമ്മൾ കൽബ സിറ്റിയിലേക്ക് കടന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരം ഉണ്ട് നമുക്ക് ഈ നമ്മുടെ ഒരു ലൊക്കേഷനിലേക്ക് എത്താനായിട്ട്. ഈ കാണുന്ന തുരങ്കോട് അങ്ങ് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാങ്ങിങ് ഗാർഡനിലെത്തും. കാഴ്ചകളൊക്കെ കണ്ടിങ്ങ് പോകുന്ന കാരണം 1.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. പിന്നെ ലൊക്കേഷൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കും കേട്ടോ. നേരെ ഗൂഗിൾ മാപ്പ് എടുക്കുക, ടൈപ്പ് ചെയ്യുക ഹാങ്ങിങ് ഗാർഡൻ. ഗൂഗിൾ ആൻഡ് നേരെ ഇവിടെ കൊണ്ട് ഇറക്കി വിടും. അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ്റെ മെയിൻ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നും ഇല്ല കേട്ടോ. 24/7 ആണ്. എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽട്ട്സിന് 5 ദിർഹവും പിന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയും കേട്ടോ. പിന്നെ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാർക്കിങ്ങിൻ്റെ പ്രത്യേകിച്ച് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ അവിടെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 10 ദിർഹം പാർക്കിങ്ങിന് നമ്മൾ കൊടുക്കേണ്ടി വന്നു. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ആട്ടോ ഇത്. നിറച്ച് പൂക്കളും പിന്നെ അടിപൊളി ഒരു വെള്ളച്ചാട്ടവും ഇതൊക്കെയാട്ടോ ഇവർ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നല്ല അടിപൊളി ഒരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ കുഞ്ഞിന് ഒത്തിരി സന്തോഷമായി. പിന്നെ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഫ്രണ്ട്സിനെയും കിട്ടി. പിന്നെ അവരുടെ ലോകത്ത് കളിയും ചിരി ഓട്ടം ചാട്ടം ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടന്നു. ഫുള്ള് കവേർഡും സെക്യൂരിറ്റിയൊക്കെ ഉള്ളത് കൊണ്ടും നമുക്ക് അവർ പുറത്തോട്ട് പോകുന്നുള്ള ടെൻഷനും വേണ്ട.
ട്രക്കിങ്ങും പിന്നെ കുറച്ച് നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിലല്ലോ ഇതാണ് സ്ഥലം. നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മലയുടെ മുകളിലേക്ക് നടന്ന് കയറി പോകാൻ വേണ്ടിയിട്ട്. പൂക്കളുടെ സുഗന്ധവും കിളികളുടെ കിളിനാദവും ഒക്കെ കേട്ട് ഓരോരോ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി പോകാൻ ഒരു പ്രത്യേക ഫീലാണ്. നടന്ന് തളർന്നവർക്കും പിന്നെ കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കേണ്ടവർക്കും ഇടയ്ക്കിടയ്ക്ക് ബെഞ്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ പൊളിയാട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏറ്റവും മേളിലെത്തി കേട്ടോ. ഏറ്റവും മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. മേളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ പച്ച കളറിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കൽബ ലേക്ക് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നടന്ന് കയറിപ്പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 കുപ്പി വെള്ളമെങ്കിലും കൈ കരുതേക്കണം. അങ്ങനെ നമ്മൾ മേളിലെത്തുന്ന റിലാക്സ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവർ ഫുള്ള് ലൈറ്റ് ഓൺ ചെയ്തു. ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വ്യൂ ഫുൾ അങ്ങോട്ട് മാറി. പിന്നെ കാണാനൊരു പ്രത്യേക വൈബായിരുന്നു. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ലുക്ക് അങ്ങോട്ട് മാറി. കുറച്ച് നേരമായിട്ട് അവിടെ നിന്ന് ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് താഴത്തോട്ട് ഇറങ്ങി പോകുന്നത്. താഴെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ്റും പിന്നെ അടിപൊളി വാഷ്റൂം ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. രാത്രിയായി തുടങ്ങിയപ്പോഴത്തേക്ക് ആ ചൂടൊക്കെ മാറിയിട്ട് ഇളം തണുത്ത കാറ്റൊക്കെ വീശി ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറി. അടുത്ത ദിവസം കുഞ്ഞിന് ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മളെന്തായാലും പോകാനുള്ള പരിപാടി നോക്കിയേക്കുക. വീക്കെൻഡിലാണെങ്കിൽ ഫുൾ നൈറ്റ് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ വരാൻ പറ്റുന്നവർ എന്തായാലും വരണം. താങ്ക്